ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പലരുടെയും അഭിപ്രായങ്ങൾ ഞാൻ കാണുന്നുണ്ട്. കുറച്ച് സമയം മാറ്റി വെച്ചിട്ടായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ കാണിക്കുന്ന മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. പല അഭിപ്രായങ്ങളും ഞാൻ വായിച്ച് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിങ്ങനെ കാണുമ്പോഴാണ് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യാൻ നമുക്കൊരു ഊർജ്ജം കിട്ടുന്നത് തന്നെ നിങ്ങളുടെ ഓരോ കമന്റുകളും വായിക്കുമ്പോഴാണ്. അപ്പോൾ ഇനിയാണെങ്കിലും വരുന്ന ക്ലാസ്സുകളിലാണെങ്കിലും നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ നമ്മൾ ക്ലാസ്സിന്റെ ലിങ്കും അതുപോലെ തന്നെ അതിന്റെ നോട്ട്സും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ടെലഗ്രാമിലാണ് അറിയിക്കുക. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കമ്പനി ബോർഡ് LGS, LDC, BFA ഈ 3 എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം തന്നെ നമ്മുടെ ഒപ്പം എത്തിപ്പോകാൻ പറ്റും. ഞാൻ അതിനും ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഇനിയും പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ തവണ പർച്ചേസ് ചെയ്താൽ പിന്നെ നിങ്ങൾ ഇനി ജീവിതകാലം ഏതൊക്കെ എക്സാം എഴുതുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇനി എക്സാം ഒന്നും എഴുതേണ്ടി വരാതിരിക്കട്ടെ. ഈ എക്സാമിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ. അപ്പൊ ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഇനിയും പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. അതിന്റെ നമ്പറും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ചോദിച്ച് അതിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ഫുള്ള് നടക്കേണ്ടത് റിവിഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റിവിഷന് മുമ്പ് തന്നെ വാട്സ്ആപ്പ് ബാച്ചിന്റെ ഉള്ളിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റിവിഷന്റെ സമയമാകുമ്പോൾ നമുക്ക് ഒപ്പം തന്നെ എല്ലാം റിവിഷൻ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾക്ക് റിവിഷൻ മെത്തേഡുകൾ പറഞ്ഞു തരും. അതിന്റെ ഒപ്പം നിങ്ങൾക്ക് വേറെ കുറച്ച് സ്റ്റഡി മെത്തേഡുകൾ പറഞ്ഞു തരും. കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ സ്കോർ ചെയ്യുക, കാരണം മറ്റു പലർക്കുള്ള പ്രശ്നങ്ങളല്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനൊക്കെ നിങ്ങൾക്ക് ചില മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തരും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും ജോയിൻ ചെയ്യാൻ വൈകിക്കരുത്. ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ഇനി തീർച്ചയായിട്ടും വൈകിക്കരുത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് ഒപ്പം തന്നെ കഴിഞ്ഞു പോയ ക്ലാസ്സും ഇപ്പോഴത്തെ ക്ലാസ്സും നിങ്ങൾക്ക് ഒപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പൊ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ, അതായത് നിങ്ങൾക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഗവൺമെന്റ് ജോലി വാങ്ങണം, ഞാൻ PSC എഴുതിയിട്ട് ഒരു ലിസ്റ്റിൽ കയറണം, ആ ലിസ്റ്റ് വഴി എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരണം. അങ്ങനെ പല സ്വപ്നങ്ങളും നിങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ സ്വപ്നം കാണാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനും നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് കഴിയാത്ത, നിങ്ങളെ കൊണ്ട് ചെയ്യാനാവാത്ത ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണില്ല. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ കാപ്പബിലിറ്റിക്ക് ഒത്ത ഒരു കാര്യമാണ്. നിങ്ങൾ അതിന് കാപ്പബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾ ആ സ്വപ്നം കാണുന്നത്. അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടാൻ പറ്റും. അപ്പൊ നേടേണ്ട ഓരോ വഴികളും നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, പറ്റുന്ന അത്രയും എഫേർട്ട് ഇട്ട് ആ സ്വപ്നത്തിന് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. ഈ സ്വപ്നം കാണുമ്പോൾ തന്നെ ഇതിന് ഇത്രയും ചന്ത ഉണ്ടെങ്കിൽ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ഇരട്ടി ഭംഗി അതിനുണ്ടാവും അല്ലേ. നമ്മളിപ്പോ അച്ഛന്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നതും, ഹസ്ബൻഡിന്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നതും, അമ്മക്ക് ആദ്യത്തെ ശമ്പളം അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു, അങ്ങനെ പല സ്വപ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഈ സ്വപ്നത്തിനൊക്കെ നമ്മുടെ മനസ്സിലൊരു ചന്തം കിട്ടുന്നില്ലേ, ഒരു ഭംഗി നമുക്ക് കിട്ടുന്നില്ലേ. ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ഭംഗി നമ്മളത് ശരിക്കും നേടുമ്പോൾ, അതായത് ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് കിട്ടും. അപ്പൊ ആ സ്വപ്നങ്ങളെ പറ്റി എപ്പോഴും ചിന്തിക്കുക. നിങ്ങളിത് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പറ്റുവേ അല്ലേ, പറ്റുന്നത് കൊണ്ടല്ലേ നിങ്ങൾ സ്വപ്നം കണ്ടത്. അപ്പൊ അതിന്റെ വഴികൾ നിങ്ങൾ കണ്ടെത്തുക. എല്ലാ സമയവും അതിനായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ സ്വപ്നം ഉണ്ടാവണം. അതായത് ഇടക്ക് കടക്കാൻ നേരത്ത് മാത്രം വെറുതെ ഇരിക്കുമ്പോൾ മാത്രം കാണാനുള്ള ഒരു സ്വപ്നം അല്ലത്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ സ്വപ്നം ഉണ്ടാവണം. ആ സ്വപ്നത്തിന് വേണ്ടിയുള്ള പ്രയത്നം എപ്പോഴും നടക്കണം. ഓരോ ചെറിയ സമയവും നിങ്ങൾക്ക് അതിനായിട്ട് കൊടുക്കാൻ സാധിക്കണം. അതിന് ആ സ്വപ്നത്തിന്റെ വലുപ്പം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, സ്വപ്നം ചില സമയത്ത് മാത്രം വേണ്ടതല്ല, ഓരോ സമയത്ത് ഓരോ ചെറിയ സമയം പോകുമ്പോഴും നമുക്ക് അറിയണം, എന്റെ സ്വപ്നത്തിലേക്കുള്ള ഇതിൽ നിന്ന് ഞാൻ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ സ്വപ്നത്തിലേക്കുള്ള പാതയിൽ നിന്ന് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിലൂടെ തന്നെ ഞാൻ പോകാനുണ്ട്. അതിലൂടെ പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഫോണിൽ കളിച്ചിരുന്നാലോ, ഞാൻ ഫേസ്ബുക്ക് നോക്കിയാലോ, ഞാൻ യൂട്യൂബിൽ മറ്റു പലതും കണ്ടിരുന്നാലോ ഒന്നും എന്നെ കൊണ്ട് നടക്കില്ല.
ഞാൻ വേറെ പലതും ചെയ്യാനുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിലുള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൾട്ടുകൾ വരുന്നുണ്ടെങ്കിൽ, പഠനത്തിൽ ഈ രീതിയിലൊരു ഫോൾട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും കാണുന്നുണ്ട്, ഞാൻ ഇതിന് എന്ത് ചെയ്യും, അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിലും ഞാൻ തീർച്ചയായിട്ടും സൊല്യൂഷൻ പറഞ്ഞു തരും. അപ്പോൾ പ്രശ്നങ്ങൾ ഇനിയും അതുപോലെ തന്നെ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അതായത് 3, 4, 5, 6, 7, 8, 10 എക്സാമുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിലൊക്കെ ചെയ്യുന്ന ഒരേ ഫോൾട്ട് നിങ്ങൾ 11ാമത്തെ എക്സാമിനും പോയിട്ട് ചെയ്യരുത്. അപ്പൊ ആ ഫോൾട്ടുകൾ എന്താണെങ്കിലും അത് മാറ്റാൻ ശ്രമിക്കുക, എത്രയും പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കുക. അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ആ ഫോൾട്ടുകൾ വരരുത്. ഓക്കെ, നിങ്ങൾ തെറ്റിൽ നിന്നേ പഠിക്കുള്ളൂ. നിങ്ങൾക്ക് തെറ്റണം. തെറ്റുന്നതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതായത് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് തെറ്റുന്നതിൽ നിങ്ങൾ സങ്കടപ്പെടരുതെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തെറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ തെറ്റ്, ഏത് ഭാഗമാണ് നിങ്ങൾ പഠിക്കാൻ വിട്ടുപോയിട്ടുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഓരോ എക്സാമിനും നിങ്ങൾക്ക് വരുന്ന തെറ്റുകൾ എന്തൊക്കെയെന്ന് എപ്പോഴും കണ്ടുപിടിക്കണം. ആ തെറ്റുകൾ അടുത്ത എക്സാമിന് മാറ്റണം. ഇനിയും അത് തന്നെ ആവർത്തിച്ച് ഇനി അടുത്ത എക്സാമിനും ലിസ്റ്റിൽ വന്നില്ല, ഇനിയും ഞാൻ എക്സാം എഴുതണ്ടേ, ഇങ്ങനെയൊന്നും ആലോചിച്ചിരിക്കണ്ട. ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ട സ്വപ്നം, ആ സ്വപ്നം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാനും കഴിയും. അപ്പൊ അത് ചെയ്യുക. ഓക്കെ, എപ്പോഴും മനസ്സിൽ എന്തുണ്ടാവുക, ആ സ്വപ്നം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ സ്വപ്നത്തിന്റെ പുറകെ എത്രയും പെട്ടെന്ന് ആ സ്വപ്നത്തിന്റെ അടുത്തെത്താൻ ശ്രമിക്കുക. ഓക്കെ, പുറകെ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ പോരല്ലേ, ഏറ്റവും അടുത്തെത്തണ്ടേ. ഇനി നാളെ എന്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണെന്നുള്ള ഒരു ദിവസം വരണം. കടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു ദിവസം വരില്ലേ നാളെ. അതായത് ഇന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനുള്ളത്. അപ്പൊ ഈ സ്വപ്നം കാണുന്നതല്ലാതെ ഈ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി എപ്പോഴും ചിന്തിച്ചു നോക്ക്. അതായത് നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരുടെ ഒരു എക്സ്പ്രഷൻ ആലോചിച്ച് നോക്ക്, അവരുടെ ഒരു അഭിമാനം ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതിനൊക്കെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. പിന്നെ നിങ്ങളെ പഠിക്കാനുള്ള സമയത്തിലേക്ക് നിങ്ങൾ എത്തിക്കോളും. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഇവരുടെയൊക്കെ സന്തോഷങ്ങളും ഇവരുടെയൊക്കെ ഉള്ളിൽ വരുന്ന ആ ഒരു അഡ്രിനാലിൻ റഷിനെ പറ്റി നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ വരുന്നതും ഏറ്റവും വലിയ ലഹരി അതല്ലേ. നിങ്ങൾക്ക് ഇവരുടെയൊക്കെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. പല കഷ്ടപ്പാടുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലി അനുഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു കരകയറ്റി എടുക്കണം. ഞാൻ കാരണം ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പലരും ഈ ജോലിയെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. അതായത് PSC എഴുതി എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ അതൊരു സൊല്യൂഷൻ ആവും. അപ്പൊ എപ്പോഴും ആ പ്രശ്നം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരികയാണ്, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നൊന്നും തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നടക്കും. നിങ്ങൾക്ക് നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ സ്വപ്നം കണ്ടത്. അപ്പൊ സ്വപ്നത്തിനെ പറ്റി എപ്പോഴും ചിന്തിക്കുക. അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചിത്രകലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളാണ്. അപ്പൊ മറക്കരുത്, സ്വപ്നം കണ്ടിട്ടുണ്ട്, ആ സ്വപ്നത്തിന് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ കയ്യിൽ വന്ന് നല്ല രീതിയിൽ സന്തോഷിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടെ തന്നെ പഠിക്കുക. തീർച്ചയായും കിട്ടും. എന്റെ പ്രാർത്ഥന ഉണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ട്, നിങ്ങളുടെ അച്ഛന്റെയും അമ്മന്റെയും പ്രാർത്ഥന ഉണ്ട്, ഭർത്താവിന്റെ പ്രാർത്ഥന ഉണ്ട്, മക്കളുടെ പ്രാർത്ഥന ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളും നന്നായി തന്നെ പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക, ഓരോ മിസ്റ്റേക്കുകളൊക്കെ മാറ്റിക്കൊണ്ടുവരാം. അപ്പൊ എന്താ പഠിക്കാനുള്ളത്? ചിത്രകലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾ നമുക്ക് നോക്കാം. നമുക്ക് കേരളത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് വ്യക്തികളെ പറ്റി എപ്പോഴും ചോദ്യം വരാറുണ്ട് അല്ലെ. രാജാ രവിവർമ്മ അല്ലെ, ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന രാജാ രവിവർമ്മ. പിന്നെ അമൃത ഷേർഗിൽ, പിന്നെ കേരളത്തിന്റെ അമൃത ഷേർഗിൽ എന്നറിയപ്പെടുന്ന TK പത്മിനി, പിന്നെ ആധുനിക ചിത്രകലയുടെ പിതാവ് അല്ലെ, കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന KCS പണിക്കർ. ഇവരൊക്കെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട്. ടെൻഷൻ അടിക്കണ്ട, നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് പഠിച്ചു പോകും. നല്ല സിമ്പിൾ ആയിട്ട് മൈൻഡൊക്കെ ഫുള്ള് ഫ്രീ ആക്കിട്ടോ. എന്റെ കൂടെയാണ് പഠിക്കുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അത് എന്റെ വിശ്വാസമാണ്. ഓക്കെ, എന്റെ ആവശ്യമാണ്. നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്റെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യത്തിനും നിങ്ങൾക്ക് പിന്നീട് സമയം കളയേണ്ടി വരരുത്. അപ്പൊ പറ്റുന്ന അത്രയും എഫേർട്ട് എടുത്ത് ചോര തുപ്പിയാലും ഞാൻ പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ. ഓക്കെ, അപ്പൊ നന്നായി തന്നെ പഠിച്ചു പോകും. അതായത് നിങ്ങളും എന്റെ കൂടെ കുറച്ച് എഫേർട്ട് ഇടണം. നിങ്ങൾ ചെയ്യേണ്ട എഫേർട്ട് ആകെ ഞാൻ പറയുമ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ എത്ര തൊള്ളിടുന്നോ അതിൻ്റെയൊക്കെ കൂടെ ചെറുതായിട്ട് മനസ്സിലാണെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. അപ്പൊ പഠിച്ചിട്ട് പോവാ. ഓക്കെ, റാങ്ക് ലിസ്റ്റിൽ വരണ്ടേ, ആദ്യത്തെ റാങ്കുകളിൽ ഉണ്ടാവണ്ടേ, ഇതൊക്കെ കാണിക്കണ്ടേ, ബാക്കിയുള്ളവരെ കാണിക്കണ്ടേ. പലരും പുച്ഛിക്കുന്നില്ലേ, അവരുടെയൊക്കെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കണ്ടേ. ഈ ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു മറുപടിയും പറയാതെ തന്നെ അവരുടെയൊക്കെ മുമ്പിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ജയിച്ച് കാണിക്കണം, ജയിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ വിജയത്തിനെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് മനസ്സിന്ന് പോരുത് കേട്ടോ. ആ വിജയം ആവണം നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് ആരാണ്? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ 1848 ജനനം, 1906 അദ്ദേഹം അന്തരിച്ചത്. രാജാ രവിവർമ്മ. രാജാക്കന്മാരിലെ ചിത്രകാരന്മാരിലെ രാജാവ് എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നു. നമ്മൾ പറഞ്ഞു അല്ലെ, രാജാക്കന്മാരിലെ ചിത്രകാരന്മാരിലെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അവിടെ തന്നെ ഉണ്ട്, രാജാ രവിവർമ്മ. അദ്ദേഹം രാജാവ് ഒന്നുമല്ല, ഇനി അത് പഠിച്ചു വെക്കരുത്. അപ്പോ ഈ രാജ വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, രാജാക്കന്മാരിലെ ചിത്രകാരന്മാരിലെ രാജാവ് എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ്? രാജാ രവിവർമ്മയാണ് കേട്ടോ. രാജാ രവിവർമ്മയാണ്. ചോദ്യം വരാറുണ്ട്, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. എന്താണ്
എന്ത് വെച്ച് കണക്ട് ചെയ്യണം? രാജ വെച്ച് കണക്ട് ചെയ്യണം കേട്ടോ. രാജ വെച്ച് കണക്ട് ചെയ്യണം. എന്താണ്? ചിത്രകാരന്മാർ, രാജാക്കന്മാരിലെ ചിത്രകാരൻ, ചിത്രകാരന്മാരിലെ രാജാവ് എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മ 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിൽ ജനനം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, പവർ ക്യാപ്സ്യൂൾ അല്ലേ പഠിക്കുന്നത്, പിന്നെ എന്തിനാ ഈ ജനനമൊക്കെ പഠിച്ചു വെക്കണം? നിങ്ങൾ ശ്രദ്ധിച്ചോ, ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. ഓക്കെ, അത്രേ അവിടെ പോയിന്റ് വരുള്ളൂ. ആരാന്നൊന്നും തരില്ല. പിന്നെ ചിലപ്പോൾ പോയിന്റ് വരും, രാജാക്കന്മാരിലെ ചിത്രകാരൻ എന്നും ചിത്രകാരന്മാരിലെ രാജാവും എന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പൊ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തണ്ടേ? അപ്പൊ ഇതൊന്നും മനസ്സിലാക്കി വെച്ചോട്ടോ. 1848 ഏപ്രിൽ 29 എവിടെയാണ് ജനനം എന്ന് പ്രത്യേകം അറിഞ്ഞു വെച്ചോ. കിളിമാനൂർ കൊട്ടാരത്തിൽ. ഓക്കെ, കിളിമാനൂർ കൊട്ടാരത്തിൽ. അപ്പൊ രാജാവിനെ വെച്ച് കണക്ട്. അദ്ദേഹം രാജാവല്ല, ഞാൻ പിന്നെയും പറയുന്നു, അദ്ദേഹം രാജാവല്ല. പക്ഷേ രാജാക്കന്മാരിലെ ചിത്രകാരൻ, ചിത്രകാരന്മാരിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാജാ രവിവർമ്മ. അദ്ദേഹം എവിടെയാണ്? കിളിമാനൂർ കൊട്ടാരത്തിലാണ് ജനിച്ചത്. 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരം, രാജാവ്, കൊട്ടാരം കണക്ട് ചെയ്യാലോ. കിളിമാനൂർ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. എവിടെയാണ്? കിളിമാനൂർ കൊട്ടാരത്തിലാണ് ജനിച്ചത്. ചിത്രമെഴുത്തുകോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നു അല്ലെ. ചിത്രം, കൊട്ടാരം, തമ്പുരാൻ. ഓക്കെ, കൊട്ടാരം ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ ആരാണ്? രാജാ രവിവർമ്മ. ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ. എന്താ വേറെ എന്തെങ്കിലും ചിന്തിച്ചിരിക്കണോ? ക്ലാസ്സിലേക്ക് വാട്ടോ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. ഈ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രയത്നിക്കണം. പിന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കരുത്. ക്ലാസ്സിലേക്ക് വരണം. ക്ലാസ്സിന് ഓരോ കാര്യങ്ങൾ പഠിക്കണം. ഓരോ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. ഇഷ്ടപ്പെട്ട് ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടാനുണ്ട് അല്ലേ? അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുക. ഓക്കെ, അല്ലാതെ വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പഠിക്കുന്ന നേരത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുക. ഏറ്റവും കൂടുതൽ സ്വപ്നം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും മുമ്പ് നടന്നുപോയ കാര്യങ്ങൾ വരുന്നതും ഇനി നടക്കാനിരിക്കുന്ന സ്വപ്നങ്ങളെ പറ്റി ചിന്തിക്കുന്നതും ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഇതിനൊന്നും പറ്റി ചിന്തിക്കരുത്. പക്ഷെ ഇതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അതിനുവേണ്ടി എപ്പോഴും പ്രയത്നിക്കണം. ഓക്കെ, ഒരു തീയായിട്ട് അത് ഉള്ളിൽ ഉണ്ടാവണം, കത്തട്ടെ. ഓക്കെ, അപ്പൊ എന്താണ്? ചിത്രമെഴുത്തുകോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നതും രാജാക്കന്മാരിലെ ചിത്രകാരൻ, ചിത്രകാരന്മാരിലെ രാജാവ് എന്നുമൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയാണ് എന്തൊക്കെ അറിയപ്പെടുന്നത്? ചിത്രകാരന്മാരിലെ രാജാവ്, രാജാക്കന്മാരിലെ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. 1848 ഏപ്രിൽ 29 എവിടെയാണ് ജനിച്ചത്? കിളിമാനൂർ കൊട്ടാരം. കൊട്ടാരം കണക്ട് ചെയ്യാലോ. കിളിമാനൂർ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ എന്ത് പഠിച്ചു? കൊട്ടാരം, തമ്പുരാൻ. നമ്മൾ എന്താ കണക്ട് ചെയ്തത്? എന്താണ്? ചിത്രമെഴുത്തുകോയി ചിത്രമെഴുത്തുകോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചിത്രമെഴുത്തുകോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നതും രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയാണ് ചിത്രമെഴുത്തുകോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യൻ ചിത്രകാരന്മാർക്കിടയിൽ അധികം പ്രചാരത്തിൽ ഇല്ലാതിരുന്ന എണ്ണച്ചായം. എണ്ണച്ചായം എന്ന മാധ്യമം വിദേശികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത വിധം മികച്ച രീതിയിൽ പ്രയോഗിച്ചു എന്നതും തന്റെ ചിത്രങ്ങൾ സാധാരണക്കാർക്ക് പോലും ലഭ്യമാക്കി എന്നതും രവിവർമ്മയുടെ മേന്മകളിൽ ചിലതാണ്. എന്തൊക്കെയാണ്? എണ്ണച്ചായം പ്രചരിപ്പിച്ചു കേട്ടോ. അപ്പൊ അതൊന്ന് പഠിച്ചു നോക്കാം. എണ്ണച്ചായം. ഓക്കെ, എണ്ണച്ചായം മറക്കില്ലല്ലോ. എവിടെ? എണ്ണച്ചായം കേട്ടോ, എണ്ണച്ചായം. അപ്പൊ എണ്ണച്ചായമായിട്ട് ആരാണ് കണക്റ്റഡ്? രാജാ രവിവർമ്മയാണ് എണ്ണച്ചായവുമായി കണക്റ്റഡ്. ഓക്കെ, എണ്ണച്ചായം ഇന്ത്യൻ ചിത്രകാരന്മാർക്കിടയിൽ അധികം പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു സാധനമാണ് എണ്ണച്ചായം. അങ്ങനെ എണ്ണച്ചായം എന്ന മാധ്യമം വിദേശികൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു തീർക്കാണ്. ചെയ്യാൻ പറ്റാത്ത വിധം മികച്ച രീതിയിൽ പ്രയോഗിച്ചു എന്നതും തന്റെ ചിത്രങ്ങൾ സാധാരണക്കാർക്ക്, അതായത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത രീതിയിലൊന്നും അല്ല തന്റെ ചിത്രങ്ങൾ ഉള്ളത്. അപ്പോൾ തന്റെ ചിത്രങ്ങൾ സാധാരണക്കാർക്ക് പോലും ലഭ്യമാക്കി എന്നതും രവിവർമ്മയുടെ മേന്മകളിൽ ചിലതാണ്. പഠിച്ചു വെക്കുമല്ലോ, സിമ്പിൾ അല്ലേ? അപ്പൊ എന്തൊക്കെ പഠിച്ചു? ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാ രവിവർമ്മയാണ്. ചിത്രമെഴുത്തുകോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാ രവിവർമ്മയാണ്. 1848 ഏത് ദിവസമാണ്? ഏപ്രിൽ 29 അല്ലെ? ഏപ്രിൽ 29 എവിടെയാണ് ജനിച്ചത്? കിളിമാനൂർ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പെർഫെക്റ്റ് അല്ലേ? പഠിച്ചില്ലേ? അടുത്തത് നോക്കാം കേട്ടോ. പഠിച്ചല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, പലർക്കും പ്രശ്നമുള്ള ഏരിയയൊക്കെയാണ് ഈ കല എന്നൊക്കെ പറയുന്നത്. പ്രശ്നമൊന്നുമില്ല, അപ്പൊ നമുക്ക് സിമ്പിളായി തന്നെ പഠിച്ചു പോവാം. നിങ്ങൾ അങ്ങനെ പ്രശ്നമുള്ള ഒരു ഏരിയ എന്നുള്ള മനസ്സിലുള്ള ഒരു വെക്കലില്ല. അതായത് മനസ്സിൽ ഇത് എനിക്ക് നല്ല പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ, അത് ആദ്യം മനസ്സിൽ നിന്ന് കളയും. നിങ്ങൾ പഠിക്കാൻ പോകണം, സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പോകണം. അതന്നെ മനസ്സിലുണ്ടായിക്കോട്ടെ. സിമ്പിളായി തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും. ആ ഒരു ഉറപ്പ് എൻ്റെ ഉണ്ട്. ഞാൻ ഉറപ്പ് തന്നിട്ടില്ല, നിങ്ങൾ തീർച്ചയായും പഠിക്കും. 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട രവിവർമ്മ ചിത്രം ഏതാണ്? മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി അല്ലേ? അതെ, മുല്ലപ്പൂ ചൂടിയ മലയാളി
മലയാളി പെൺകൊടി. എന്താണ്? 1873. വർഷം പഠിക്കണ്ടേ? 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത രാജാ രവിവർമ്മയുടെ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി. പിന്നെ എങ്ങനെ ചോദ്യം വരും? മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി ആരുടെ കൃതിയാണ്? ആരുടെ ചിത്രമാണ്? മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി ആരുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി ആരുടെ ചിത്രമാണ്? രാജാ രവിവർമ്മയുടെ. 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ്? മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി. അപ്പൊ രാജാ രവിവർമ്മയുടെ ആ ചിത്രം ഏതെന്ന് ചോദ്യം വന്ന മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി അല്ലെങ്കിൽ മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി എന്ന പ്രശസ്തമായ ചിത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ. രാജാ രവിവർമ്മയുടെ. എപ്പോഴാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്? എപ്പോഴാണ്? 1873. എപ്പോഴാണ്? 1873. സെറ്റ് അല്ലേ? 1873. ഏതാണ് ചിത്രം? മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി. മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി. 1904 രാജാ രവിവർമ്മക്ക് കൈസർ ഇ ഹിന്ദ് എന്ന പദവി നൽകിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ് കേട്ടോ. കഴ്സൺ പ്രഭുവാണ് എന്ത് നൽകിയത്? 1904 രാജാ രവിവർമ്മക്ക് കൈസർ ഇ ഹിന്ദ് എന്ന പദവി നൽകിയത് ആരാണ്? കഴ്സൺ പ്രഭു. ഈ കഴ്സൺ പ്രഭുവായി ബന്ധപ്പെട്ട 1905 എന്നൊരു വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതാണ് അല്ലെ? അതുകൂടെ പഠിച്ചു പോയിക്കോ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? 1905 കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ഇനി കഴ്സൺ പ്രഭുവായി ബന്ധപ്പെട്ട 1900 ഒരു കാര്യം നമുക്ക് പഠിക്കാണ്ട്. രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവിനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവാണ്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഒന്നാം ഈഴവ മെമ്മോറിയൽ എന്താണ്? അത് നിരസിക്കുകയാണ് അല്ലെ? ഒന്നാം ഈഴവ മെമ്മോറിയൽ നിരസിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിന് ഒരു പ്രതീക്ഷയോടെ അവര് സമർപ്പിക്കുകയാണ്. അത് 1900 ഈഴവ മെമ്മോറിയൽ എപ്പോഴാണ്? 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അങ്ങനെ രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്ക് സമർപ്പിക്കുകയാണ്? കഴ്സൺ പ്രഭുവിനെ സമർപ്പിക്കുകയാണ്. കഴ്സൺ പ്രഭു എന്ത് ചെയ്യാണ്? അത് നിരസിക്കുകയാണ്. അപ്പൊ ജസ്റ്റ് അറിഞ്ഞു വെക്കുക, 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. ഈ രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ്. കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. 1905 ബംഗാൾ വിഭജനം. പഠിച്ചു വെക്കുക. അപ്പൊ 1904 രാജാ രവിവർമ്മക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. കിളിമാനൂർ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1904 അദ്ദേഹത്തിന് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ചു. അല്ലെങ്കിൽ കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിക്കുന്ന ആദ്യ ചിത്രകാരനാണ് അല്ലെങ്കിൽ ആദ്യ കലാകാരനാണ് അദ്ദേഹം എന്നൊരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്. ആരാണ്? രാജാ രവിവർമ്മയാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുവേ ഇല്ലേ? 1904 രാജാ രവിവർമ്മക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി നൽകിയത് ആരാന്ന് ചോദിച്ചാരാണ്? കഴ്സൺ പ്രഭുവാണ്. ആരാണ്? കഴ്സൺ പ്രഭുവാണ്. 1904 ആർക്ക് നൽകിയത്? രാജാ രവിവർമ്മക്ക് ഏത് ബഹുമതി? കൈസർ ഇ ഹിന്ദ് ബഹുമതി. കൈസർ ഇ ഹിന്ദ് ബഹുമതി നൽകിയത്. കൈസർ ഇ ഹിന്ദ് എന്ന പദവി നൽകിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഒരു കലാകാരന് ആദ്യമായിട്ടാണ് ഈ പദവി ലഭിക്കുന്നത്. അതും പഠിച്ചു വെക്കുക. ഒരു കലാകാരന് ആദ്യമായിട്ടാണ് ഏത് ലഭിക്കുന്നത്? ഈ കൈസർ ഇ ഹിന്ദ് എന്ന പദവി ലഭിക്കുന്നത്. സെറ്റ് അല്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ എപ്പോഴാണ് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ചത്? 1904 എപ്പോഴാണ്? മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രമായ മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് 1873. സെറ്റ് അല്ലേ? വർഷങ്ങളൊക്കെ ഇപ്പൊ സെറ്റ് ആയില്ലേ? ഓക്കെ. അദ്ദേഹം ജനിച്ച വർഷവും നിങ്ങൾക്കറിയാം, 1848. വർഷങ്ങളൊന്നും പ്രശ്നമല്ല കേട്ടോ. വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വെറുതെ മൈൻഡിനെ നെഗറ്റീവ് ആക്കി ഇടണ്ട. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കാം. 1848 അദ്ദേഹം ജനിച്ചത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1848 ഏപ്രിൽ 29 അദ്ദേഹം ജനിച്ചത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഷം 1904 കൈസർ ഇ ഹിന്ദ് പദവി ലഭിച്ചത് എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വർഷങ്ങളൊക്കെ സെറ്റ് ആയില്ലേ? സിമ്പിൾ ആണ് കേട്ടോ. വർഷങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ ഒരു കലാകാരന് ഈ പദവി ലഭിക്കുന്നത് ആദ്യമാണ്. അതും പഠിച്ചു വെക്കണേ. പിന്നെ കാദംബരി എന്ന ചിത്രത്തിന്റെ രചനയ്ക്കിടയിൽ 1906 ഒക്ടോബർ 2 രാജാ രവിവർമ്മ അന്തരിച്ചത്. ഒക്ടോബർ 2 എന്താണ്? ഗാന്ധി ജയന്തിയാണ്. കണക്ട് ചെയ്തോ? അപ്പൊ ഗാന്ധി ജയന്തിയുടെ അന്നാണ് ആര് അന്തരിച്ചത്? രാജാ രവിവർമ്മ അന്തരിച്ചത്. 1906 ഒക്ടോബർ 2. ഏത് ചിത്രത്തിന്റെ രചനയ്ക്കിടയിലാണ്? കാദംബരി. അത് പഠിക്കണ്ടേ? കാദംബരി. ഓക്കെ. കാദംബരി എന്ന ചിത്രത്തിന്റെ രചനയ്ക്കിടയിലാണ് ആര് അന്തരിച്ചത്? രാജാ രവിവർമ്മ അന്തരിച്ചത് എന്നാണ് 1906
6 ഒക്ടോബർ 2. എപ്പോഴാണ് കൈസർ ഈ ഹിന്ദ് പദവി ലഭിച്ചത്? 1904. ആരാണ് നൽകിയത്? കഴ്സൺ പ്രഭു. ആർക്കാണ് നൽകിയത്? രാജാ രവിവർമ്മ. അല്ലെ, ഒരു കലാകാരന് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത് നമ്മൾ പഠിച്ചു. പിന്നെ 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി എന്ന അദ്ദേഹത്തിന്റെ ചിത്രം മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കുന്നത്. അവിടുത്തെ മത്സരങ്ങളിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കണേ ഏതാണ്? മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി. അപ്പൊ അത് ആരുടെ ചിത്രമാണെന്നൊരു ചോദ്യം വരില്ലേ? മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി ആരുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. ശ്രദ്ധിച്ചു പഠിച്ചല്ലോ. സെറ്റ് അല്ലേ? ഇതുവരെ പഠിച്ച പോയിന്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് 2001 മുതൽ കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. അദ്ദേഹം ചിത്രകലയുമായി ബന്ധപ്പെട്ടതല്ലേ? അപ്പൊ ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് 2001 മുതൽ കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. ഏതാണ്? രാജാ രവിവർമ്മ പുരസ്കാരം. എപ്പോ മുതലാണ്? 2001 മുതൽ. ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക്, ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക്. അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് 2001 മുതൽ കേരള ഗവൺമെന്റ് കൊടുത്തു തുടങ്ങിയ പുരസ്കാരമാണ് ഏത്? രാജാ രവിവർമ്മ പുരസ്കാരം. ക്ലിയർ അല്ലേ? അപ്പൊ രാജാ രവിവർമ്മയും ബന്ധപ്പെട്ട് പഠിച്ച ഇത്രയും പോയിന്റ്സ് പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ അല്ലേ? ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാ രവിവർമ്മ. ചിത്രമെഴുത്തുകോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് രാജാ രവിവർമ്മ. കിളിമാനൂർ കൊട്ടാരത്തിൽ 1848 എന്നാണ് ജനിച്ചത്? ഏപ്രിൽ 29. കിട്ടിയില്ലേ? അപ്പൊ എപ്പോഴാണ് ജനിച്ചത്? 1848. ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറയണേ. 1848 ഏപ്രിൽ 29 എവിടെ ജനിച്ചത്? കിളിമാനൂർ കൊട്ടാരത്തിൽ. ആര് ജനിച്ചത്? രാജാ രവിവർമ്മ ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി. അപ്പൊ ആരുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ കിട്ടുമല്ലോ. മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. അപ്പൊ അതിനെ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ഏത് വർഷമാണ്? 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിലെ മത്സരങ്ങളിലാണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത്. എപ്പോഴാണ്? 1873. എപ്പോഴാണ് അദ്ദേഹത്തിന് കൈസർ ഈ ഹിന്ദ് പദവി ലഭിച്ചത്? 1904. എപ്പോഴാണ് അദ്ദേഹം അന്തരിച്ചത്? 1906 ഒക്ടോബർ 2. കാദംബരി എന്ന ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം അന്തരിച്ചത്. കാദംബരി. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്യാം. അടുത്തത് നോക്കാം. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട, അതായത് അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? മൈസൂർ ഖേദ. ഏതാണ്? മൈസൂർ ഖേദ. ദർഭമുന കൊണ്ട ശകുന്തള. എപ്പോഴും ചോദിക്കുന്ന സാധനം. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതൊക്കെ സ്റ്റാർ ഇട്ട് തരാം. എല്ലാം ഞാൻ പഠിപ്പിച്ചുകൂടാ, എന്നാലും ഇമ്പോർട്ടന്റ് ആയത് ഞാനൊന്ന് സ്റ്റാർ ഇട്ട് തരാം. ദർഭമുന കൊണ്ട ശകുന്തള അല്ലെ? ദർഭമുന കൊണ്ട ശകുന്തള കണ്ടിട്ടില്ല? ഇങ്ങനെ നിൽക്കണത്. ഞാൻ ഇപ്പൊ നിന്നാൽ ശരിയാവും. എന്റെ കാല് നിങ്ങൾക്ക് കാണില്ല. അതായത് കാല് ഇങ്ങനെ പിടിച്ച് ദർഭമുന, മറ്റേ മുള്ളു കൊണ്ട ശകുന്തള ആലോചിച്ചാൽ മതി. ദർഭമുന, നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. ആ ചിത്രം ഇങ്ങനെ നിൽക്കുന്ന ശകുന്തളനെ കണ്ടിട്ടില്ല? അപ്പോ പഠിച്ചു വെക്കുക. ദർഭമുന കൊണ്ട ശകുന്തള. ഹംസവും ദമയന്തിയും, സീതാ സ്വയംവരം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം, പിന്നെ മലബാർ മനോഹരി. എപ്പോഴും ചോദിക്കാറുണ്ട്. മലബാർ മനോഹരി ആരുടെ ചിത്രമാണെന്ന്? ആരുടെയാണ്? അത് രാജാ രവിവർമ്മയുടെയാണ്. പിന്നെ നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, നായർ സ്ത്രീ, നളദമയന്തി, ശ്രീകൃഷ്ണനും യശോദയും, അർജുനനും സുഭദ്രയും, സ്നാനം കഴിഞ്ഞ സ്ത്രീ. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? മൈസൂർ ഖേദ. പിന്നെ ഏതൊക്കെ ഓർമ്മയിലുണ്ട്? ഹംസവും ദമയന്തിയും. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നളദമയന്തിയും കണക്ട് ചെയ്യുക. ഹംസവും ദമയന്തിയും, നളദമയന്തി. ഓക്കെ, രണ്ടും കണക്ട് ചെയ്യുക. പിന്നെ ദർഭമുന കൊണ്ട ശകുന്തള. പിന്നെ ഏതാണ്? ഹംസവും ദമയന്തിയും, സീതാ സ്വയംവരം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം. ഇത് മൂന്നും ഒപ്പം പഠിക്കാൻ പറ്റും അല്ലേ? ഏതൊക്കെയാണ്? ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം, പിന്നെ സീതാ സ്വയംവരം. അപ്പൊ സീതാ സ്വയംവരം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം. ആദ്യം ഏത് പഠിച്ചു? മൈസൂർ ഖേദ. പിന്നെ ഏത് പഠിച്ചു? ദർഭമുന കൊണ്ട ശകുന്തള. പിന്നെ ഏത് പഠിച്ചു? ഹംസവും ദമയന്തിയും. പിന്നെ നമ്മൾ ഒപ്പം പഠിച്ച ഈ മൂന്നെണ്ണം ഏതൊക്കെയാണ്? സീതാ സ്വയംവരം, ശ്രീകൃഷ്ണ പട്ടാഭിഷേകം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം. ഒന്നുകൂടെ, ആദ്യം ഏത് പഠിച്ചു? മൈസൂർ ഖേദ. ഓക്കെ, എന്റെ ഒപ്പം പറഞ്ഞു വരണം. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. മൈസൂർ ഖേദ, ഹംസവും ദമയന്തിയും, ദർഭമുന കൊണ്ട ശകുന്തള, സീതാ സ്വയംവരം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം. അപ്പൊ അതുവരെ ക്ലിയർ ആയി. പിന്നെ നർത്തകി, വിദ്യാർത്ഥിനി അല്ലെ? നൃത്തം പഠിക്കുന്ന വിദ്യാർത്ഥിനി എന്ന് ആലോചിച്ച് വെച്ചാൽ രണ്ടും ഒപ്പം കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നർത്തകി, വിദ്യാർത്ഥിനി. ഇന്ത്യയിലെ സംഗീതജ്ഞർ, പിന്നെ നായർ സ്ത്രീ. നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, നായർ സ്ത്രീ. നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, നായർ സ്ത്രീ. നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ,
നായർ സ്ത്രീ. അപ്പൊ നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ. ഈ സംഗീതത്തിലാണല്ലോ നൃത്തം ചെയ്യുക. നൃത്തം ചെയ്യുന്നത് നൃത്തം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണല്ലോ. കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചോട്ടോ. ഓക്കെ. അപ്പൊ നായർ സ്ത്രീ, നള ദമയന്തി. അത് ഏതിൽ കണക്ട് ചെയ്യുക? ഹംസവും ദമയന്തിയിലും കണക്ട് ചെയ്യുക. ഇനി ഒന്നുകൂടെ വരാം. മൈസൂർ ഖേദ, പിന്നെ ദർഭമുന കൊണ്ട ശകുന്തള, പിന്നെ ഹംസവും ദമയന്തിയും, അതിന്റെ ഒപ്പം തന്നെ നള ദമയന്തി, പിന്നെ സീതാ സ്വയംവരം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം. പിന്നെ ഏത് പഠിച്ചു? നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ അല്ലെ? ഇന്ത്യയിലെ സംഗീതജ്ഞർ. നമുക്ക് മെമ്മറി ടെസ്റ്റ് പോലെയൊക്കെ അങ്ങനെ പഠിച്ചു പോവാം. ഇന്ത്യയിലെ സംഗീതജ്ഞർ. പിന്നെ നമ്മൾ ഇത് പഠിച്ചു നായർ സ്ത്രീ അല്ലെ? നായർ സ്ത്രീ. ഓക്കെ, നായർ സ്ത്രീ. പിന്നെ ശ്രീകൃഷ്ണനും യശോദയും അർജുനനും സുഭദ്രയും, പിന്നെ സ്നാനം കഴിഞ്ഞ സ്ത്രീ. ഓക്കെ, അപ്പൊ നായർ സ്ത്രീ, സ്നാനം കഴിഞ്ഞ സ്ത്രീ, രണ്ടിനെയും കണക്ട് ചെയ്യാൻ പറ്റും. നായർ സ്ത്രീ, സ്നാനം കഴിഞ്ഞ സ്ത്രീ. അപ്പൊ ആദ്യം ഏത് പഠിച്ചു? മൈസൂർ ഖേദ. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? ഹംസവും ദമയന്തിയും, അതിന്റെ ഒപ്പം തന്നെ നള ദമയന്തി. പിന്നെ ദർഭമുന കൊണ്ട ശകുന്തള. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ദർഭമുന കൊണ്ട ശകുന്തള. ഹംസവും ദമയന്തിയും, നള ദമയന്തി. നായർ സ്ത്രീ, സ്നാനം കഴിഞ്ഞ സ്ത്രീ, രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സീതാ സ്വയംവരം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം, അതുവരെ കണക്ട് ചെയ്ത് പഠിച്ചു. പിന്നെ നർത്തകി അല്ലെ? നൃത്തം പഠിക്കുന്ന വിദ്യാർത്ഥിനി. നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, അതുവരെ കണക്ട് ആയി. പിന്നെ ആകെയുള്ളത് ശ്രീകൃഷ്ണനും യശോദയും അർജുനനും സുഭദ്രയും. ബാക്കിയൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കണക്ട് ചെയ്ത് ഇനി കിട്ടുമല്ലോ. അതായത് ആദ്യം നമ്മൾ ഏത് പഠിച്ചു? മൈസൂർ ഖേദ പഠിച്ചു. ഇനി അതിലേക്കൊന്നും നോക്കണ്ട, എന്റെ കൂടെ ഒന്ന് പഠിച്ചു വരണേ. മൈസൂർ ഖേദ. പിന്നെ ഏതാണ്? ദർഭമുന കൊണ്ട ശകുന്തള അല്ലെ? ദർഭമുന കൊണ്ട ശകുന്തള. പിന്നെ ഹംസവും ദമയന്തിയും, അതുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് പഠിച്ചു? നള ദമയന്തി കിട്ടി. നർത്തകി കണക്ട് ചെയ്ത് എന്ത് പഠിച്ചു? വിദ്യാർത്ഥിനി. പിന്നെ എന്ത് പഠിച്ചു? ഇന്ത്യയിലെ സംഗീതജ്ഞർ. സംഗീതത്തിലാണല്ലോ നൃത്തം, അപ്പൊ ഇന്ത്യയിലെ സംഗീതജ്ഞർ. നായർ സ്ത്രീ, അപ്പൊ ഒരു സ്ത്രീ ഉണ്ടല്ലോ, സ്നാനം കഴിഞ്ഞ സ്ത്രീ, അത് രണ്ടും കണക്ട് ചെയ്തു. പിന്നെ ശ്രീരാമ പട്ടാഭിഷേകം, അപ്പൊ വേറുണ്ടല്ലോ സീതാ സ്വയംവരം, ശ്രീകൃഷ്ണ ജനനം, അതുവരെ കിട്ടി. പിന്നെ ശ്രീകൃഷ്ണനും യശോദയും അർജുനനും സുഭദ്രയും. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? നർത്തകി എല്ലാം കിട്ടില്ല. മലബാർ മനോഹരി, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. മലബാർ മനോഹരി, മലബാർ മനോഹരി. അപ്പൊ മനോഹരമായിട്ട് നൃത്തം ചെയ്യാന്ന് അറിയിച്ചാൽ മതി അല്ലേ? നൃത്തം ചെയ്യുന്നത് മലബാർ മനോഹരി. മനോഹരി വെച്ച് കണക്ട് ചെയ്യാം. നൃത്തം ചെയ്യുന്നു മനോഹരി അല്ലെ? നൃത്തം ചെയ്യുന്നു മനോഹരി, മലബാർ മനോഹരി. ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു കണക്ഷൻ ഉള്ളിൽ വെച്ചാൽ മതി. എല്ലാം ഒന്നിലുള്ളതാണെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ മൈസൂർ ഖേദ കിട്ടി. ഓക്കെ, മൈസൂർ ഖേദ. പിന്നെ ഏതാണ്? സീതാ സ്വയംവരം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം, ശ്രീകൃഷ്ണനും യശോദയും, പിന്നെ അർജുനനും സുഭദ്രയും. ഓക്കെ, പിന്നെ സ്ത്രീ വെച്ചിട്ട് എന്ത് പഠിച്ചു? നായർ സ്ത്രീ, പിന്നെ സ്നാനം കഴിഞ്ഞ സ്ത്രീ അല്ലെ? പിന്നെ മലബാർ മനോഹരി. പിന്നെ ഏതാ വിട്ടുപോയത്? വിദ്യാർത്ഥിനി അല്ലെ? വിദ്യാർത്ഥിനി, നർത്തകി, നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ. ഓക്കെ, അപ്പൊ എല്ലാം ഏകദേശം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? മൈസൂർ ഖേദ, പിന്നെ ദർഭമുന കൊണ്ട ശകുന്തള, പിന്നെ നമ്മൾ ഏത് പഠിച്ചു? നള ദമയന്തി. അപ്പോ ഹംസവും ദമയന്തിയും നള ദമയന്തി രണ്ടും കണക്ട് ചെയ്യാലോ. ഹംസവും ദമയന്തിയും നള ദമയന്തി, ഹംസവും ദമയന്തിയും നള ദമയന്തി രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അർജുനനും സുഭദ്രയും, ശ്രീകൃഷ്ണനും യശോദയും, അത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സീതാ സ്വയംവരം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം. ഓക്കെ, നർത്തകി, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ. ഓക്കെ, പിന്നെ സ്നാനം കഴിഞ്ഞ സ്ത്രീ, നായർ സ്ത്രീ, ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മലബാർ മനോഹരി. അപ്പൊ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരാം. ഒന്ന് ദർഭമുന കൊണ്ട ശകുന്തള, ദർഭമുന കൊണ്ട ശകുന്തള, ഹംസവും ദമയന്തിയും, പിന്നെ മലബാർ മനോഹരി, പിന്നെ നള ദമയന്തി. ഇത്ര ഈ നാലെണ്ണം എന്തായാലും ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ പഠിച്ചു മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി, മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി. അപ്പൊ മലബാർ. ഓക്കെ, ദർഭമുന കൊണ്ട ശകുന്തള ഒന്ന് നമ്മൾ പഠിച്ചു. ദർഭമുന കൊണ്ട ശകുന്തള, ഹംസവും ദമയന്തിയും, അത് വെച്ച് നമുക്കറിയാം നള ദമയന്തി നമുക്ക് കിട്ടും. മലബാർ മനോഹരി, പിന്നെ നർത്തകി, വിദ്യാർത്ഥിനി, ഇതൊക്കെ ആരുടെ എന്ന് വെച്ചാലും ആരുടെയാണ്? ഇതൊക്കെ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇപ്പൊ ഏകദേശം എല്ലാം മനസ്സിൽ കടന്ന് കളിക്കുന്നുണ്ടല്ലോ. ഇനി നിങ്ങൾ എന്റെ കൂടെ എന്ന് പറയോ? നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രങ്ങൾ മാത്രം ഒന്ന് പറയും. ആദ്യം നമ്മൾ പഠിച്ചു മൈസൂർ ഖേദ അല്ലെ? മൈസൂർ ഖേദ, മൈസൂർ ഖേദ, മൈസൂർ ഖേദ. അത് കഴിഞ്ഞിട്ട് ഏത് പഠിച്ചു? ദർഭമുന കൊണ്ട ശകുന്തള. ഏതാണ്? ദർഭമുന കൊണ്ട ശകുന്തള. നോക്കി പറയരുത്, ദർഭമുന കൊണ്ട ശകുന്തള, മനസ്സിലുള്ളത് പറഞ്ഞാൽ മതി. ദർഭമുന കൊണ്ട ശകുന്തള. പിന്നെ നമ്മൾ പഠിച്ചു ഹംസവും ദമയന്തിയും, അത് വെച്ച് കണക്ട് ചെയ്തിട്ട് നള ദമയന്തിയും നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ
സീതാ സ്വയംവരം, അതിന്റെ ഒപ്പം തന്നെ രണ്ടെണ്ണം കൂടെ പഠിച്ചിട്ടുണ്ടല്ലോ, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം. ഓക്കെ, പിന്നെ നർത്തകി, വിദ്യാർത്ഥിനി, മലബാർ മനോഹരി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, അത്രയും കിട്ടി. പിന്നെ നായർ സ്ത്രീ, സ്നാനം കഴിഞ്ഞ സ്ത്രീ. ഓക്കെ, ശ്രീകൃഷ്ണനും യശോദയും അർജുനനും സുഭദ്രയും, ഇത്രയുള്ളൂ, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരുടെയൊക്കെ കുറച്ച് പഠിക്കാനുള്ളൂ, ഇദ്ദേഹത്തിന് മാത്രം കുറെ പഠിക്കാണ്ട്. അപ്പൊ നമുക്ക് കിട്ടും ഇത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണെന്ന്. ഇനി അമൃത ഷെർഗിൽ 1913 ജനുവരി 30 ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ജനിച്ചു. ബുഡാപെസ്റ്റിലാണ് ആര് ജനിച്ചത്? അമൃത ഷെർഗിൽ ജനിച്ചത് 1913 ജനുവരി 30 ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ. അപ്പൊ ഈ സ്ഥലം ഒന്ന് പഠിച്ചു വെക്കുക, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തരാൻ പറ്റിയ സാധനല്ലേ. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ജനിച്ച ചിത്രകാരി ആരെന്നൊക്കെ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് തരും കേട്ടോ. ഓക്കെ, അപ്പൊ 1913 ജനുവരി 30 ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ആര് ജനിച്ചു? അമൃത ഷെർഗിൽ ജനിച്ചു. 1921 അല്ലെ, 1921 ഇന്ത്യയിലെത്തിയത്. നമ്മുടെ മലബാർ കലാപമൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെ, 1921 ഇന്ത്യയിലെത്തിയത്. ഇനി പ്രശസ്തമായ ചിത്രങ്ങൾ മാത്രം നമുക്ക് നോക്കാം. വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണ ജീവിതം, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു കല്യാണമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. ഒന്ന് നോക്ക്, വധുവിന്റെ ചമയം, പിന്നെ ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. ഇതൊക്കെ എവിടെ നടക്കുന്നതാണ്? ഇതൊക്കെ ഒരു കല്യാണ പരിപാടിയിൽ നടക്കുന്നത് ആലോചിച്ചാൽ മതി. ഹൽദി തയ്യാറാക്കുന്നവർ, പിന്നെ സിഖ് ഗായകർ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ ബ്രഹ്മചാരികൾ, എന്താണ്? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചാരി അല്ലല്ലോ. പിന്നെ ബ്രഹ്മചാരികൾ, മദർ ഇന്ത്യ, ഗ്രാമീണ ജീവിതം, യാചകർ. നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവാ കേട്ടോ. ഓക്കെ, നിങ്ങൾ മൈൻഡിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചെണ്ണം നിങ്ങൾക്ക് കിട്ടും, അല്ലാതെ തന്നെ നമുക്ക് പഠിച്ചു പോവാ. ഒന്ന് വധുവിന്റെ ചമയം, പിന്നെ ഏതാണ്? യാചകർ. വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണ ജീവിതം, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. പഠിച്ചു നോക്കാം. ഒന്ന് വധുവിന്റെ ചമയം, പിന്നെ ഏതാണ്? യാചകർ. വധുവിന്റെ ചമയം, യാചകർ. മൂന്നാമത് ഏതാണ്? ഗ്രാമീണ ജീവിതം. വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണ ജീവിതം. റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചു പോകണം, ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ വധുവിന്റെ ചമയം, യാചകർ, പിന്നെ ഏതാണ്? ഗ്രാമീണ ജീവിതം. പിന്നെ മദർ ഇന്ത്യ. അപ്പൊ വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണ ജീവിതം, മദർ ഇന്ത്യ. വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണ ജീവിതം, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ. വധുവിന്റെ ചമയം, പിന്നെ ഏതാണ്? വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണ ജീവിതം, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ. ഓക്കെ, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ. ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. രണ്ടും ഒപ്പം പഠിച്ചു. ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. അപ്പൊ ആദ്യം ഏത് പഠിച്ചു? ആദ്യം ഏതാണ്? വധുവിന്റെ ചമയം. പിന്നെ രണ്ടാമത് യാചകർ. പിന്നെ ഏതാണ്? ഗ്രാമീണ ജീവിതം. പിന്നെ മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. ഒക്കെ പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി കാണാതെ ഒന്ന് പറഞ്ഞു നോക്ക്. വധുവിന്റെ ചമയം, രണ്ടാമത് യാചകർ. വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണ ജീവിതം, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. പഠിച്ചു, സെറ്റായി. ഓക്കെ, ഒരു വട്ടം കൂടെ. അപ്പൊ ഒന്നും കൂടെ, ഇനി നിങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണ്ടേ? ഒരു വട്ടം കൂടെ എന്റെ കൂടെ ഒന്ന് പറയും. ആദ്യം വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണ ജീവിതം, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. സെറ്റായില്ലേ? ഓക്കെ, അപ്പൊ അമൃത ഷെർഗിലുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ പഠിച്ചു. എവിടെയാണ് ജനിച്ചത്? പഠിച്ചു വെക്കണേ. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ജനിച്ചത്. 1921 ഇന്ത്യയിലെത്തിയത്. ആരാണ് കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്നത്? നമ്മുടെ ടി കെ പത്മിനിയാണ് കേട്ടോ. ടി കെ പത്മിനിയാണ് കേരളത്തിലെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് കിട്ടിയല്ലോ. അപ്പൊ അമൃത ഷെർഗിലുമായി ഒരു വധുവിന്റെ ലുക്കൊക്കെ അല്ലേ, അത് വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. വധുവിന്റെ സമയം തൊട്ടിട്ടൊക്കെ നമുക്ക് കിട്ടണം. ഒരു വട്ടം കൂടെ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണ ജീവിതം, പിന്നെ മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ. അപ്പൊ അതും സെറ്റായി. അടുത്ത് നോക്കാം. ടി കെ പത്മിനി, നമ്മുടെ കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്ന ടി കെ പത്മിനി. അപ്പൊ ചോദ്യം വരും, കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ടി കെ പത്മിനിയാണ്. 1940 ജനിച്ച് 1969 അന്തരിച്ചത്. ഓക്കെ, തന്റെ 29ാം വയസ്സിലാണ് ആര് അന്തരിച്ചത്? ടി കെ പത്മിനി അന്തരിച്ചത്.
1940 മെയ് 2 പൊന്നാനിയിലെ കാടഞ്ചേരിയിൽ ജനിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. പൊന്നാനിയിലെ കാടഞ്ചേരിയിൽ ജനിച്ച ചിത്രകാരി അല്ലെ. അങ്ങനെയൊക്കെ തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതാര് എന്നൊരു അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതിനാണ് ഞാൻ ഈ ജനിച്ച സ്ഥലം പഠിക്കാൻ പറയുന്നത്. ഓക്കെ, പൊന്നാനിയിലെ കാടഞ്ചേരിയിൽ ജനിച്ചു 1940 മെയ് 2. ഗ്രാമീണ സ്ത്രീകളും അവരുടെ ജീവിതവുമാണ് പത്മിനി ചിത്രങ്ങളുടെ മുഖ്യ പ്രമേയം. ഓക്കെ, ഗ്രാമീണ സ്ത്രീകളും അവരുടെ ജീവിതവുമാണ് പത്മിനി ചിത്രങ്ങളുടെ മുഖ്യ പ്രമേയം. ഇരുണ്ട നിറങ്ങളും കട്ടി കൂടിയ രേഖകളും പത്മിനിയുടെ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ്. ഓക്കെ, എന്തൊക്കെയാണ്? ഇരുണ്ട നിറങ്ങളും കട്ടി കൂടിയ രേഖകളും പത്മിനിയുടെ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ്. പ്രധാന ചിത്രങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെ പഠിച്ചു? 1940 മെയ് 2 പൊന്നാനിയിലെ കാടഞ്ചേരിയിലാണ് ആര് ജനിച്ചത്? ടി.കെ. പത്മിനി ജനിച്ചത്. ഗ്രാമീണ സ്ത്രീകളും അവരുടെ ജീവിതവുമാണ് പത്മിനി ചിത്രങ്ങളുടെ മുഖ്യ പ്രമേയം. ഇത് പഠിച്ചു കണ്ടോ? മുഖ്യ പ്രമേയം എന്താണ്? ഗ്രാമീണ സ്ത്രീകളും അവരുടെ ജീവിതവുമാണ് പത്മിനി ചിത്രങ്ങളുടെ മുഖ്യ പ്രമേയം. പിന്നെ ഇരുണ്ട നിറങ്ങളും കട്ടി കൂടിയ രേഖകളും പത്മിനിയുടെ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ്, അതും അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി പ്രധാന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? നീലനദി, ധ്യാനം, നിലാവ്, ഡിസയർ, പട്ടം പറത്തുന്ന പെൺകുട്ടി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പട്ടം പറത്തുന്ന പെൺകുട്ടി ആരുടെ കൃതിയാന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഓക്കെ നേരത്തെ നമ്മൾ പഠിച്ചതിൽ ഗ്രാമീണ ജീവിതം പഠിച്ചില്ല, അതായത് അമൃത ഷെർഗിലിന്റെ ഗ്രാമീണ ജീവിതം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗ്രാമീണ ജീവിതം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യം വരും. ഇതാരുമായി? ടി.കെ. പത്മിനിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ പഠിക്കണേ. നീലനദി, ധ്യാനം, നിലാവ്, ഡിസയർ, പട്ടം പറത്തുന്ന പെൺകുട്ടി, വുമൺ, ഗ്രോത്ത്, ഡ്രീം ലാൻഡ്, ഡോൺ. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഒന്ന് നീലനദി. ഓക്കെ, നീലനദിയുടെ തീരത്താണ് എന്ത്? ധ്യാനം നടത്തുന്നത്. നീലനദിയുടെ തീരത്ത് ധ്യാനം നടത്തുകയാണ്. അപ്പൊ അവിടെ എന്തുണ്ട്? നിലാവുണ്ട്. ഓക്കെ, നിലാവുണ്ട്. പിന്നെ അപ്പൊ ആ സമയത്ത് അവിടെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? പട്ടം പറത്തണം. നമ്മുടെ നദിയുടെ തീരത്തൊക്കെ പട്ടം പറത്തൂലേ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക. എന്താ? ഒരു പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടിയല്ല, ഒരു വുമൺ. ഓക്കെ, ഒരു വുമൺ. പിന്നെ അതൊരു ഡ്രീം ലാൻഡ് ആണെന്നൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഒപ്പം പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഇത്രയും കണക്ഷൻ വെച്ച് കിട്ടിയോ? നീലനദി നമുക്ക് കിട്ടി, അതിന്റെ തീരത്താണ് ധ്യാനം എന്ന് കിട്ടി, അവിടെ നിലാവ് ഉണ്ടെന്ന് നമുക്ക് കിട്ടി, അവിടെ ഒരു കുട്ടി പട്ടം പറത്തുന്നുണ്ടെന്നും നമുക്ക് കിട്ടി അല്ലെ, പട്ടം പറത്തുന്ന പെൺകുട്ടി. പിന്നെ വുമൺ അല്ലെ, വുമൺ നമുക്ക് കിട്ടി. വുമൺ, ഗ്രോത്ത്, ഡ്രീം ലാൻഡ്, ഡോൺ അല്ലെ. വുമൺ, ഗ്രോത്ത്, ഈ 4 മാത്രം നമുക്ക് ഒപ്പം പഠിച്ചു വെക്കാം. ബാക്കി നമുക്ക് കഥയിലൂടെ പഠിക്കാം. അതായത് നീലനദി അതിന്റെ തീരത്ത് ധ്യാനത്തിനിരിക്കുകയാണ് അല്ലെ, അതിന്റെ തീരത്ത് ധ്യാനത്തിനിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കുട്ടി പട്ടം പറത്തുന്നുണ്ട്, പട്ടം പറത്തുന്ന പെൺകുട്ടി. അതാണ് കേട്ടോ അവസാന ചിത്രം, അവസാനം വരച്ച ചിത്രം ഏതാണ്? ചോദ്യം വരാറുണ്ട്, ഏതാണ്? പട്ടം പറത്തുന്ന പെൺകുട്ടി. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം നീലനദിയുടെ തീരത്ത് ധ്യാനം, അവിടെ നിലാവ്, പിന്നെ എന്താണ്? അവിടെ പട്ടം പറത്തുന്ന ഒരു പെൺകുട്ടിയും ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആ ഒരു സീനറി വെച്ചിട്ട് ഒരു ചിത്രം മനസ്സിൽ കണ്ടിട്ടാണ് നിങ്ങൾക്ക് അത്രയും കിട്ടിയില്ലേ. അതായത് ഒരു നീലനദിയുടെ തീരത്ത് ഒരാൾ ധ്യാനത്തിനിരിക്കുന്നു, അതിന്റെ അപ്പുറത്ത് ഒരു കുട്ടി പട്ടം പറത്തുന്നു, അവിടെ നല്ല നിലാവ് ഉണ്ടെന്നും പട്ടം പറത്തുന്നു. പട്ടം ഇങ്ങനെ മേലെ പോകുമ്പോൾ കാണുമല്ലോ ഒരു നിലാവ് ഇങ്ങനെ കാണുന്നതായിട്ട് ആലോചിക്കുക. ഓക്കെ, അപ്പൊ നിലാവ് വെച്ചിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ അത്രയും കിട്ടി. പിന്നെ ബാക്കി വുമൺ, ഗ്രോത്ത്, ഡ്രീം ലാൻഡ്, ഡോൺ. 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 ഓക്കെ, ഇത്രയും. അപ്പൊ നേരത്തെ പഠിച്ചോ കിട്ടിയല്ലോ. അതായത് നീലനദി, ധ്യാനം, പിന്നെ ഏതാണ്? പട്ടം പറത്തുന്ന പെൺകുട്ടി, നിലാവ്. അത്രയും കിട്ടിയല്ലോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അവിടെ ഡിസയർ ഉണ്ട് അല്ലെ, ഡിസയറും പഠിച്ചു വെക്കുക. അപ്പൊ ഡിസയർ, വുമൺ, ഗ്രോത്ത്, ഡ്രീം ലാൻഡ്, ഡോൺ. 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 അത്രയും കിട്ടിയല്ലോ. ബാക്കി ഒന്ന് പഠിച്ചു നോക്കാം. അതായത് നീലനദി അത് കിട്ടി, അതിന്റെ തീരത്ത് എന്താ? ധ്യാനം, അവിടെ എന്തുണ്ട്? നിലാവ്, പട്ടം പറത്തുന്ന ഒരു പെൺകുട്ടി. പിന്നെ ഡിസയർ, ഡോൺ, പിന്നെ ഏതാണ്? വുമൺ, ഗ്രോത്ത്, ഡ്രീം ലാൻഡ് അല്ലെ. അത്രയും മനസ്സിലുണ്ട്. ഓക്കെ, അപ്പൊ ഡിസയർ, വുമൺ, ഗ്രോത്ത്, ഡ്രീം ലാൻഡ്, ഡോൺ. ഡിസയർ, വുമൺ, ഗ്രോത്ത്, ഡ്രീം ലാൻഡ്, ഡോൺ. അത്രയും കാര്യങ്ങളാണ് ടി.കെ. പത്മിനിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും എന്തറിഞ്ഞിരിക്കണം? ഒന്ന്, കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്നത് ടി.കെ. പത്മിനിയാണ്. കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ടി.കെ. പത്മിനിയാണ്. കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്നത് പ്രധാന കൃതികളാണ് നീലനദി, ധ്യാനം, നിലാവ്, പട്ടം പറത്തുന്ന പെൺകുട്ടി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പട്ടം പറത്തുന്ന പെൺകുട്ടി, പട്ടം പറത്തുന്ന പെൺകുട്ടി. ഓക്കെ,
ഓക്കെ, പട്ടം പറത്തുന്ന പെൺകുട്ടി, അവസാനം വരച്ച ചിത്രമാണ് പട്ടം പറത്തുന്ന പെൺകുട്ടി. പിന്നെ ഡിസയർ, ഡ്രീംലാൻഡ്, വുമൺ, ഗ്രോത്ത്, ഡോൺ. ഓക്കെ, ഡിസയർ, വുമൺ, ഗ്രോത്ത്, ഡോൺ, ഡ്രീംലാൻഡ്, ഇതൊക്കെ അവരുടെ കൃതിയല്ല കേട്ടോ, ചിത്രങ്ങളാണ്. കൃതി എന്ന് ഞാൻ ഇടയിൽ പറയുന്നുണ്ട്, കൃതിയല്ല, നിങ്ങൾ മനസ്സിലാക്കി നോക്കുക, അറിയാതെ വായിൽ വരുന്നതാണ്. അപ്പൊ ചിത്രങ്ങളാണ് കേട്ടോ, പ്രശസ്ത ചിത്രങ്ങളാണ്. കൃതികൾ എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് എന്നാണ് എന്റെ ഒരു ഡൗട്ട്. ഓക്കെ, ചിത്രങ്ങളാണ് കേട്ടോ, അതൊക്കെ ചിത്രങ്ങളാണ്. എന്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ചിത്രങ്ങളാണ് കേട്ടോ. അടുത്തത് KCS പണിക്കർ അല്ലെ, KCS പണിക്കർ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? KCS പണിക്കറാണ്. KCS പണിക്കർ 1911 ജനനം, 1977 അന്തരിച്ചത്. കോലാഴി ചീരമ്പത്തൂർ ശങ്കരപ്പണിക്കർ എന്നതാണ് മുഴുവൻ പേര്. കോലാഴി ചീരമ്പത്തൂർ ശങ്കരപ്പണിക്കർ എന്നതാണ് KCS പണിക്കർ എന്നതിന്റെ മുഴുവൻ പേര്. എന്താണ്? കോലാഴി ചീരമ്പത്തൂർ ശങ്കരപ്പണിക്കർ എന്നതാണ് മുഴുവൻ പേര്. 1911 മെയ് 31 കോയമ്പത്തൂരിലാണ് ജനിച്ചത്. 1911 മെയ് 31 കോയമ്പത്തൂരിൽ ജനിച്ചു. മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ പഠനം നടത്തുകയും പിന്നീട് അവിടെ പ്രിൻസിപ്പൽ ആവുകയും ചെയ്തു. അപ്പൊ അത് പഠിച്ചു കേട്ടോ. ഓക്കെ, മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ പഠനം നടത്തുകയും പിൽക്കാലത്ത് അവിടെ പ്രിൻസിപ്പൽ ആവുകയും ചെയ്തു. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആധുനിക, ഇതായിരിക്കും ചോദ്യം വരിക. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KCS പണിക്കർ. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവാണ് KCS പണിക്കർ. KCS പണിക്കറാണ് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ്. ഓക്കെ, ഇനി KCS പണിക്കരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നോക്കാം. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, മലബാർ കർഷകന്റെ ജീവിതം, പാപിനി, ക്രിസ്തുവും ലാസറും, ലുംബിനി, ഡോഗ്, വേർഡ്സ് ആൻഡ് സിംബൽസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? പാപിനി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പാപിനി ഇമ്പോർട്ടന്റ് ആണ്. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലുംബിനി, ക്രിസ്തുവും ലാസറും, പിന്നെ ഇത് മലബാർ കർഷകന്റെ ജീവിതം. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, പിന്നെ മലബാർ കർഷകന്റെ ജീവിതം, പാപിനി, ക്രിസ്തുവും ലാസറും, ലുംബിനി. അപ്പൊ പാപിനി ലുംബിനി രണ്ടിനെയും ഒപ്പം പഠിച്ചു വെച്ചോ. ഓക്കെ, ജമ്പനും തുമ്പനും എന്നൊക്കെ പറയുന്ന പോലെ പാപിനി ലുംബിനി എന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, പാപിനി ലുംബിനി. അപ്പൊ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, മലബാർ കർഷകന്റെ ജീവിതം, പാപിനി ലുംബിനി. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, മലബാർ കർഷകന്റെ ജീവിതം, KCS പണിക്കരാണ്. അപ്പൊ ഒരു കർഷകനൊക്കെ വെച്ച് പഠിക്കുക. മലബാർ കർഷകന്റെ ജീവിതം വെച്ചിട്ട് പണിക്കാർ എന്നുള്ളത്, കർഷകർ, പണിക്കാർ വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. പണിക്കരുടെ ചിത്രങ്ങളാണെന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, പിന്നെ മലബാർ കർഷകന്റെ ജീവിതം, പാപിനി, ലുംബിനി, ക്രിസ്തുവും ലാസറും, ഡോഗ്, വേർഡ്സ് ആൻഡ് സിംബൽസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, മലബാർ കർഷകന്റെ ജീവിതം, പാപിനി, ലുംബിനി, ക്രിസ്തുവും ലാസറും, പിന്നെ ഏതാണ്? ഡോഗ്, വേർഡ്സ് ആൻഡ് സിംബൽസ്. അപ്പൊ കിട്ടിയല്ലോ. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, മലബാർ കർഷകന്റെ ജീവിതം. പിന്നെ രണ്ടെണ്ണം ഉണ്ട്, പാപിനി, ലുംബിനി, ക്രിസ്തുവും ലാസറും, പിന്നെ ഏതാണ്? ഡോഗ്, ക്രിസ്തുവും ലാസറും, പിന്നെ ഡോഗാണ്, പിന്നെ വേർഡ്സ് ആൻഡ് സിംബൽസ്. ഇതുവരെ ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്നുകൂടെ എന്റെ കൂടെ പറയൂ. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, മലബാർ കർഷകന്റെ ജീവിതം, പാപിനി ലുംബിനി അല്ലെ, പാപിനി ലുംബിനി, പിന്നെ ഡോഗ്, പിന്നെ ക്രിസ്തുവും ലാസറും, പിന്നെ ഏതാണ്? വേർഡ്സ് ആൻഡ് സിംബൽസ്. ഡോഗ്, ക്രിസ്തുവും ലാസറും, വേർഡ്സ് ആൻഡ് സിംബൽസ്. ഡോഗ്, ക്രിസ്തുവും ലാസറും, വേർഡ്സ് ആൻഡ് സിംബൽസ്. പിന്നെ ഏതൊക്കെ നമ്മൾ പഠിച്ചു? മലബാർ കർഷകന്റെ ജീവിതം, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയാണ് കേട്ടോ, നർത്തകിയല്ല. നർത്തകി ആരുടെയാണ്? നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാണ്, രാജാ രവിവർമ്മയുടെ നർത്തകി. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി KCS പണിക്കർ. മലബാർ കർഷകന്റെ ജീവിതം, പാപിനി, ലുംബിനി, ക്രിസ്തുവും ലാസറും അല്ലെ. പാപം, ക്രിസ്തു കണക്ട് ചെയ്യുക, പാപം അല്ലെ. പാപം പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അടുത്ത് കുമ്പസരിക്കുന്നൊക്കെ കണക്ട് ചെയ്യട്ടോ. അങ്ങനെയൊക്കെ വെച്ച് പാപം ക്രിസ്തു വെച്ച് കണക്ട് ചെയ്യുക. അപ്പൊ പാപിനി, ലുംബിനി, ക്രിസ്തുവും ലാസറും, ഡോഗ്, പിന്നെ വേർഡ്സ് ആൻഡ് സിംബൽസ്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ KCS പണിക്കരാണ് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ മൈൻഡിൽ കയറിയിട്ടുണ്ടാവും, ഒന്ന് മൈൻഡിൽ സെറ്റ് ആക്കി വെക്കുക. ഇടക്കൊന്ന് മൈൻഡിലാണെങ്കിലും ഇങ്ങനെ റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ. കിട്ടാത്ത ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ പെർഫെക്റ്റ് ആവും. ഓക്കെ, ഇനി അവനീന്ദ്രനാഥ് ടാഗോർ. അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അവനീന്ദ്രനാഥ് ടാഗോർ ആണ്. ചിത്രകാരൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തി. പിന്നെന്താണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ സഹോദരി പുത്രനാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ, കിട്ടുമല്ലോ, ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ സഹോദരി പുത്രനാണ്. പാശ്ചാത്യ ചിത്രരചനാ രീതികൾക്കെതിരായി ഇന്ത്യയുടെ തനത് രചനാ രീതികൾ ഉൾപ്പെടുത്തി അവനീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം. എന്താ സംഭവം നോക്ക്.
പാശ്ചാത്യ ചിത്ര രചനാ രീതികൾക്കെതിരായി ഇന്ത്യയുടെ തനത് രചനാ രീതികൾ ഉൾപ്പെടുത്തി അവനീന്ദ്രനാഥ് ടാഗോർ. അപ്പൊ ഇന്ത്യയുടെ തനത് പറഞ്ഞാൽ സ്വന്തം ദേശം, സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കാണാതൊന്നും പഠിക്കണ്ട, ചോദ്യം എങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. സ്വന്തം ദേശം, സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം. ഇത് പിന്നീട് ബംഗാൾ സ്കൂൾ മൂവ്മെന്റ് എന്നറിയപ്പെട്ടു. എന്ന് അറിയപ്പെട്ടു. പ്രശസ്ത ചിത്രങ്ങൾ: യാത്രയുടെ അവസാനം, ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. യാത്രയുടെ അവസാനം, ഭാരതമാത, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭാരതമാത ആരുടെയാണ്? അപനീന്ദ്രനാഥ്. എപ്പോഴും ചോദ്യം വരാറുണ്ട്. അപനീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതിയാണ് ഭാരതമാത. ആരുടെയാണ്? അപനീന്ദ്രനാഥ് കൃതിയല്ല, അപനീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രമാണ് ഭാരതമാത. യാത്രയുടെ അവസാനം, ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. ഏതൊക്കെയാണ്? യാത്രയുടെ അവസാനം, പിന്നെ ഏതാണ്? ഭാരതമാത, പിന്നെ വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. യാത്രയുടെ അവസാനം, ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. യാത്രയുടെ അവസാനം, ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. ഇത്രയാണ് അപനീന്ദ്രനാഥ് ടാഗോറുമായി ബന്ധപ്പെട്ട കൃതികൾ. ഓക്കെ, അപ്പൊ ഈ സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ക്ലിയർ അല്ലേ? ഇത്ര കാര്യങ്ങളെ നമുക്ക് ഇന്ന് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി പഠിക്കാൻ പറ്റിയല്ലോ. ചിലപ്പോൾ പലർക്കും ഭയങ്കര പ്രശ്നമാണ്, പഠിക്കാൻ ഭയങ്കര പ്രശ്നമുള്ള ഒരു ഭാഗമാണ് കല. സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളതല്ലേ ഉള്ളൂ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാനുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ എല്ലാം ക്ലിയർ ആക്കി പോകാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ, അതായത് കേരളത്തിന്റെ അമൃത ഷേർഗിൽ എന്നറിയപ്പെടുന്നത് ആര്? ടി.കെ. പത്മിനിയാണ്. പിന്നെ പട്ടം പറത്തുന്ന പെൺകുട്ടി അമൃത ഷേർഗിലിന്റെ അവസാനത്തെ ചിത്രമാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ KCS പണിക്കർ, കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ്. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പറയുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. കാദംബരി എന്ന ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാ രവിവർമ്മ അന്തരിച്ചത്. അപ്പൊ ആ കാദംബരി എന്ന ചിത്രം പഠിക്കണം. പിന്നെ മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി, അതും പഠിക്കണം. 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തു. 1904 കൈസർ ഇ ഹിന്ദ് പദവി ആര് നൽകിയത്? കഴ്സൺ പ്രഭുവാണ് നൽകിയത്. ആദ്യമായിട്ടാണ് ഒരു ചിത്രകാരന് എന്ത് ലഭിക്കുന്നത്? കൈസർ ഇ ഹിന്ദ് പദവി ലഭിക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ല. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതൊക്കെ പഠിച്ചു പോവുക. കിളിമാനൂർ കൊട്ടാരത്തിലാണ് ജനനം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും എന്നറിയപ്പെടുന്നു അല്ലെ. പിന്നെ ചിത്രമെഴുത്തുകോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മയാണ്. അങ്ങനെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ, അതായത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക. ചോദ്യം വരാൻ അത്രയും ചാൻസ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നല്ല രീതിയിൽ തന്നെ ഇതുപോലെ എപ്പോഴും പഠിച്ചു പോവാ. നല്ല ഉഷാറോടുകൂടി, നല്ല അതായത് ഒരു പോസിറ്റീവ് എനർജിയോടുകൂടെ എപ്പോഴും പഠിക്കുക. ഇതൊക്കെ എന്നെ കൊണ്ട് പഠിച്ചാൽ തീരുമോ? ഞാൻ പഠിച്ചാൽ ഇതൊന്നും തീരില്ല. എങ്ങനെയൊന്നും നെഗറ്റീവ് മൈൻഡ് വെക്കണ്ട. നിങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും അത് സാധിച്ചെടുക്കാനും പറ്റും. അപ്പൊ സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കുക. അപ്പൊ അതിലൊന്നിലും നെഗറ്റീവ് ഉണ്ടാക്കണ്ട, എല്ലാത്തിനെയും പോസിറ്റീവായി എടുക്കുക. ഓരോ നെഗറ്റീവിനെയും പോസിറ്റീവായി മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, സമയം കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന സമയമാണ് നമ്മുടെ സമയം. നമുക്ക് വേണ്ടി എടുക്കുന്നതാണ് നമ്മുടെ സമയം. സമയം എല്ലാവർക്കും ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വേണ്ടി എടുക്കുന്നതാണ് നമ്മുടെ സമയം. എന്തിന്റെയൊക്കെ ഇടയിൽ എന്തൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട് നോക്കുക. അപ്പൊ ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിലൊക്കെ നിങ്ങൾ നേടിക്കഴിഞ്ഞാലേ അതിന് അത്രയും രുചി ഉണ്ടാവുള്ളൂ, അത്രയും ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ നേടിക്കഴിഞ്ഞ് ഇതിനൊരു നല്ല ഭംഗി തോന്നണ്ടേ? നമുക്ക് ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ നേടിക്കഴിഞ്ഞാൽ അതിന് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ ഇടയിൽ നിങ്ങൾ പഠിച്ച് നിങ്ങൾ നേടുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു ഭംഗിയും പ്രത്യേക ഒരു ലഹരി ഉണ്ട്. അപ്പൊ ആ ലഹരിനെ അറിയണ്ടേ? അപ്പൊ ആ ലഹരി അറിയാൻ വേണ്ടിയിട്ട് എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും കഷ്ടപ്പാടുകളൊക്കെ മാറ്റി നിർത്തി, കഷ്ടപ്പാടുകൾ അതിന്റെ വഴിക്ക് പോട്ടെ, കഷ്ടപ്പെടണം. നമ്മൾ കഷ്ടപ്പെട്ട് കുറെ പഠിക്കാണ്ട്. അപ്പൊ ഈ കഷ്ടപ്പാടുകൾക്കിടയിലൂടെയും നമ്മൾ ഓരോ കഷ്ടപ്പാടുകൾക്കിടയിലൂടെയും നമ്മുടേതായ രീതിയിലുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കുക. കിട്ടുന്ന സമയം കിട്ടുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ അടുക്കള ജോലിക്കിടയിലാവും, ചിലപ്പോൾ മറ്റു പലരും പല ജോലിക്കിടയിലാണ്. ഓട്ടോറിക്ഷ ഓടിയിട്ട് പഠിക്കുന്നവരുണ്ട്, മറ്റു ജോലികൾക്കിടയിൽ സ്റ്റാഫായിട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് പഠിക്കുന്നവരുണ്ട്, പെട്രോൾ പമ്പിൽ നിന്ന് പഠിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്. പലർക്കും പല കഥകളാണ് ഉണ്ടാവുക. നമ്മുടെ കഥ എല്ലാം മറ്റൊരാൾക്ക് ഉണ്ടാവുക, നമ്മുടെ കഥ നമുക്കേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പല കഥകൾക്കിടയിലും നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ഇതിന്റെയൊക്കെ ഇടയിലാവും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യേണ്ടാവുക. അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്കേ അറിയുള്ളൂ. ആ കഷ്ടപ്പാട്, അതായത് ഇപ്പൊ ഈ കഷ്ടപ്പെട്ട് നിങ്ങൾ നേടുന്നതിന് പിന്നീട് ഭയങ്കരമായിട്ടൊരു രുചി ഉണ്ടാവും, അതായത് ഭയങ്കരമായൊരു ഭംഗി ഉണ്ടാവും, നല്ലൊരു ചന്ത ഉണ്ടാവും, നല്ലൊരു ലഹരി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ കഷ്ടപ്പാടുകളൊക്കെ അതിന്റെ വഴിക്ക് വിടുക. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ നമ്മൾ കണ്ടെത്തുന്ന ആ സമയമാണ് നമുക്കുള്ള പ്ലസ് പോയിന്റ്, അതായത് നമുക്കുള്ള പോസിറ്റീവ് എനർജി, നമുക്കുള്ള പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടുന്ന ആ സമയമാണ്. അപ്പൊ ഈ ജോലിക്കിടയിലാണെങ്കിലും ഹെഡ്സെറ്റ് വെച്ച് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെയൊക്കെ, അതായത് ഞാനൊക്കെ പറ്റുന്നത്രയും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പലരും കേട്ടിട്ടൊക്കെയാണ് പഠിക്കുന്നത്. എനിക്ക് അറിയുന്നുണ്ട്, പലരുടെയും മെസ്സേജുകൾ ഞാൻ കാണുന്നുണ്ട്, പലരും വിളിച്ച് സംസാരിക്കുന്നുണ്ട്, പലരും അവരുടെ കഷ്ടപ്പാടുകൾ പറയുന്നുണ്ട്. എല്ലാ കഷ്ടപ്പാടുകളും മാറാൻ സാധിക്കട്ടെ, എല്ലാ കഷ്ടപ്പാടുകളും മാറട്ടെ. എനിക്കാണെങ്കിൽ പലരുടെയും കഥ കേൾക്കുമ്പോൾ പെട്ടെന്ന് സങ്കടം വരികയും ചെയ്യും. അതായത്
എല്ലാവരും പല രീതിയിലുള്ള കഷ്ടപ്പാടാണ്, അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടിനെ എന്ത് ചെയ്യുക, നല്ലതാക്കി മാറ്റാൻ ശ്രമിക്കുക. പല കഥകളും മനസ്സിൽ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കഷ്ടപ്പാടുകൾക്കിടയിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ ടൈം കണ്ടെത്തുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നേടിയിട്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണ്ടേ, നല്ലൊരു ജീവിതത്തിലേക്ക് കിടക്കണ്ടേ, നല്ല സന്തോഷം ഉള്ളൊരു ജീവിതത്തിലേക്ക് കിടക്കണ്ടേ, കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നെഗറ്റീവ് മൈൻഡൊന്നും ഇല്ലാതെ നല്ല സന്തോഷത്തോടു കൂടെ ജീവിക്കണ്ടേ. അപ്പോൾ അതിന് ഈ ജോലി നിങ്ങളെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ജോലി നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ സഫലമാകട്ടെ. ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക. പിന്നെ ഓരോരുത്തരുടെയും കമന്റ് ഞാൻ കാണുന്നുണ്ട്. ഈ കമന്റുകൾക്കിടയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സത്യമായിട്ടും പ്രാർത്ഥനയൊന്നും അങ്ങനെ ആരോടും ചോദിച്ചു വാങ്ങാൻ പറ്റിയ കാര്യമല്ല. അതിൻ്റെയൊക്കെ ഇടയിലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സാർ ഗോഡ് ബ്ലസ് യു എന്നൊക്കെ പറയുമ്പോൾ സത്യമായിട്ടും ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലത്തെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോൾട്ടുകളൊക്കെ കണ്ടെത്തുക. എന്ത് ഫോൾട്ടുകളാണ് മുമ്പ് ചെയ്തത്, ഇനി അതേ ഫോൾട്ട് ചെയ്യരുത്. ഓക്കെ, അതേ ഫോൾട്ടുകൾ തന്നെ ചെയ്ത് പിന്നെയും എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചില്ല, ഇനി എനിക്ക് അടുത്ത എക്സാമിനെ വരാൻ സാധിക്കുള്ളൂ, അതൊന്നും വേണ്ട. ഈ എക്സാമിൽ നിങ്ങൾ എന്തായാലും ലിസ്റ്റിൽ ഉണ്ടാവും. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും എന്നൊരു തീരുമാനം മനസ്സിലെടുക്കുക. അപ്പൊ നിങ്ങൾ ചേഞ്ച് വരുത്തേണ്ട കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തും. ചിലപ്പോൾ ചില സമയങ്ങളാവും ചേഞ്ച് വരുത്തുന്നത്, ചില സമയങ്ങളാവും എല്ലാ പ്രാവശ്യവും നിങ്ങളെ കുടുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ചിലപ്പോൾ നെഗറ്റീവ് ആക്കുന്നത് ചില സമയങ്ങളാവും, ചില സമയങ്ങൾ ഇങ്ങനെ വെറുതെ പോകുന്നതാവും, ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കുന്നതാവും, പഠിക്കുന്ന രീതിയാവും. എന്താണെങ്കിലും ആ നെഗറ്റീവ് എന്താണെന്ന് കണ്ടെത്തി മാറ്റാൻ ശ്രമിക്കുക. പിന്നെ വാട്സ്ആപ്പ് ബാച്ചിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ പറയുന്നത്, അതായത് റിവിഷന്റെ ഒക്കെ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മെത്തേഡ്സ് പറഞ്ഞു തരും. അതാണ് നിങ്ങളുടെ പഠനം ഏത് രീതിയിൽ ചേഞ്ച് ആവുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പൊ ആ മെത്തേഡ് കിട്ടുന്നത് വരെ, അതായത് അതിന് മുമ്പ് തന്നെ നമുക്ക് പഠിച്ചതൊക്കെ സിലബസ് ഒക്കെ ഏകദേശം കവർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യൽ നിർബന്ധമല്ല, ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ നല്ലതാണ്. ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ കേട്ടാനുള്ള മാക്സിമം പുഷ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് തരും. നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ സെഷൻ, അതുപോലെ തന്നെ മീറ്റിംഗ്, അതിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാനുമായിട്ട് അറിയിക്കണം. പിന്നെ നമുക്ക് മിങ്കിൾ ചെയ്ത് കുറെ കാര്യങ്ങൾ പറയാണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നു നിർബന്ധമല്ല, അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും വൈകിപ്പിക്കരുത്. വൈകിയാൽ നിങ്ങൾക്ക് റഷ് ഫീൽ ചെയ്യും. അതായത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ വരും. അങ്ങനെ നിങ്ങൾക്ക് വരരുത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റണം. അതിലിപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയുക. ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഓരോന്നും ഞാൻ വായിക്കുന്നുണ്ട്. എന്താണെങ്കിലും സത്യമായിട്ടും മനസ്സറിഞ്ഞ സന്തോഷമുണ്ട്. അതായത് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നത് കാണുന്നതായാലും, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും, പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സാറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുമ്പോൾ സത്യമായിട്ടും മനസ്സ് നിറഞ്ഞ്, അതായത് കണ്ണറിയുന്ന ഒരു സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും കമന്റുകൾ ഇനിയും ഞാൻ കാണാനായിട്ട് കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാത്രം, ക്ലാസ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഈ ക്ലാസ് അഥവാ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യരുത്. വേറെ നല്ല ക്ലാസ്സുകൾ, യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാനുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആവുന്നത്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഏതാണോ നിങ്ങളുടെ മൈൻഡിന് ഒരു പോസിറ്റീവ് എനർജി തരുന്നത്, ആ ക്ലാസ്സാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് നിങ്ങൾ കാണേണ്ടത്. എൻ്റെ ക്ലാസ് ഇനിയും നിങ്ങൾ കാണണം അങ്ങനെ ഞാൻ നിർബന്ധിക്കില്ല. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ക്ലാസ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഒരിക്കലും എൻ്റെ ക്ലാസ് കാണരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ പഠിപ്പിക്കുന്നത് എനിക്ക് ശരിയാവുന്നില്ല, ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യരുത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ പഠിയുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. പലരും മെസ്സേജ് അയച്ച് ഈ ചാനൽ എൻ്റെ കണ്ണിൽ പെട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സാറിന്റെ ക്ലാസ്സുകൾ കാണുന്നത്, സാറിന്റെ ക്ലാസ് ഇത്ര കാലം കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ് എനിക്ക് പറ്റിയ തെറ്റെന്നൊക്കെ പറഞ്ഞ് പല മെസ്സേജുകളും വരുന്നുണ്ട്. കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വരുമ്പോൾ എനിക്കും സത്യമായിട്ട് സങ്കടമുണ്ട്. കാരണം ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നില്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, PSC പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രം ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം, അവർക്കും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.